സമയം കടന്നു പോകുന്നു. അതൊരിക്കലും അവസാനിക്കുന്നില്ല. ദുഃഖം എത്ര അസഹനീയമായാലും സഹിക്കാനുള്ള ശീലം ദേഹത്തിനുണ്ടാക്കി കഴിഞ്ഞു. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്നു. എത്ര തവണ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്ത ശേഷമാണ് അർജുനൻ മടങ്ങി വരിക? വനവാസം തുടങ്ങിയിട്ട് 1 വർഷത്തിലേറെയായി. ഭീമനോടൊപ്പമുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ വർഷം പൂർത്തിയായി. അർജുനനോടൊപ്പം മധുരമായ ദാമ്പത്യ ജീവിതം ആരംഭിക്കേണ്ടതായിരുന്നു. അദ്ദേഹം വനവാസിയാണ്. അതിനാൽ 1 വർഷം കൂടി തന്നോടൊപ്പം കഴിയണമെന്ന് ഭീമൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അടുത്തൊരു വർഷം ബ്രഹ്മചാരിണിയായി കഴിയുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു. ഭർത്താവ് ദൂരെയായിരിക്കുമ്പോൾ ഭാര്യ എങ്ങനെ ജീവിക്കണമോ അങ്ങനെ ആഡംബരമില്ലാത്ത ശുദ്ധവൃത്തിയോടെ ജീവിതം നയിക്കും. ഭീമൻ കോപം കൊണ്ട് ചുവന്നു. ആഹാരത്തിൽ അധിക ഭാവവും തനിക്ക്, അതുപോലെ എന്നെ കിട്ടുന്നതിലും അധിക ഭാഗത്തിലും അവസരം നഷ്ടപ്പെടുത്തുവാൻ അദ്ദേഹം തയ്യാറല്ല. എന്നാൽ ഞാൻ എൻ്റെ പ്രതിജ്ഞയിൽ ഉറച്ചു നിന്നു. ഭീമൻ ക്രുദ്ധനായി ഹിഡുംബിയുടെ അടുത്തേക്ക് പോയി. ഞാൻ 1 വർഷം നിഷ്ഠയോടെ ബ്രഹ്മചാരിണിയായി ജീവിച്ചു. എൻ്റെ ഭർത്താവ് 12 വർഷം വനവാസം അനുഷ്ഠിക്കുമ്പോൾ എനിക്ക് 1 വർഷം വ്രതനിഷ്ഠ സാധ്യമല്ലേ? മായയോടും നിതുംബിനിയോടുമൊപ്പം ഞാൻ ഉദ്യാനത്തിലെ വള്ളിക്കുടിലിൽ കഴിഞ്ഞു. ദിവസവും രാവിലെ യമുനയിൽ പോയി കുളിച്ച ശേഷം പൂജയും ഹോമവും മറ്റും നടത്തും. പിന്നീട് അമ്മയ്ക്കും പാണ്ഡവന്മാർക്കും ആഹാരം പാചകം ചെയ്യും. സ്വന്തം കർത്തവ്യങ്ങൾ അപേക്ഷിച്ചിട്ട് പൂജയും അർച്ചനയും നടത്തുന്നതുകൊണ്ട് പുണ്യം കിട്ടുകയില്ല. പകൽ മുഴുവൻ ഉപവസിക്കും. സന്ധ്യയ്ക്ക് മുമ്പും വീണ്ടും യമുനയിൽ കുളിക്കും. അല്പം പലഹാരം കഴിക്കും. രാത്രിയിൽ കുശശയ്യയിൽ കിടന്നുറങ്ങും. നിത്യവും ഈശ്വരനോട് പ്രാർത്ഥിക്കും. അർജുനൻ എവിടെയായാലും സുഖമായിരിക്കണേ, അദ്ദേഹത്തിൻ്റെ ക്ലേശങ്ങൾ ലഘൂകരിക്കണേ. നാരദമുനി ചിലപ്പോഴൊക്കെ അർജുനന്റെ വാർത്തകൾ അറിയിക്കുമായിരുന്നു. അർജുനന്റെ കൂടെ ഏതാനും ബ്രാഹ്മണരും താപസന്മാരും വനവാസം നടത്തുന്നുണ്ട്. അവർ ഗംഗാതീരത്ത് ആശ്രമം ഉണ്ടാക്കി പാർക്കുകയാണ്. അർജുനന്റെ കഠോര സാധന മൂലം എനിക്ക് കൂടുതൽ വ്യഥയും ഗ്ലാനിയും ഉണ്ടായി. എന്നെ പ്രേമിച്ചിട്ട് അർജുനൻ മനഃപൂർവ്വം കഷ്ടത സഹിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ ആലോചിക്കും, ഏതെങ്കിലും ഒരു അപ്സരസ നൃത്തം ചെയ്ത് അർജുനനെ മോഹിപ്പിച്ച എനിക്ക് ആ സുന്ദരിയുടെ അസൂയ തോന്നുകയില്ല, കൃതജ്ഞത ഉണ്ടാവുകയോ? പിന്നീട് ആലോചിക്കും, എൻ്റെ ഈ ആഗ്രഹം വ്യർത്ഥമാണ്. അർജുനന്റെ ദൃഢപ്രതിജ്ഞയ്ക്ക് ഭംഗം വരുത്തുവാൻ എനിക്ക് സാധിച്ചില്ല. പിന്നെ ഈ ലോകത്ത് ഏത് സ്ത്രീ വിചാരിച്ചാൽ അത് സാധിക്കും. നാരദമുനി അനേക ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു. എൻ്റെ സന്യാസി വേഷം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വള്ളിക്കുടൽ ഉപേക്ഷിച്ചിട്ട് അന്തഃപുരത്തിലേക്ക് മടങ്ങിയാൽ ദ്രുപദ നന്ദിനി, ഇനി ഇതിൻ്റെയൊക്കെ ആവശ്യമെന്ത്? ഞാൻ ആശങ്കയോടെ ചോദിച്ചു. മഹാമുനി, അർജുനൻ സുഖം തന്നെയല്ലേ? അർജുനന് സുഖമല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ ആശ്വസിച്ചു. കുടിലിൻ്റെ മുറ്റത്തിരുന്ന നാരദൻ പറഞ്ഞു, അർജുനൻ വീരപുരുഷനാ. താപസവേഷത്തിലാണെങ്കിലും അദ്ദേഹം കാൽകുത്തുന്നിടത്ത് ശ്രേഷ്ഠത പ്രതിപാദിക്കപ്പെടുന്നു. ഓരോ ദേശത്തിലും അദ്ദേഹത്തിന് നാനാവിധത്തിലുള്ള ദുർലഭങ്ങളായ ഉപഹാരങ്ങൾ ലഭിക്കുന്നു, ആദരവ് ലഭിക്കുന്നു. ഞാൻ ആലോചിച്ചു, ആ ഉപഹാരങ്ങളാൽ വീട് അലങ്കരിക്കാം, വീടിൻ്റെ ഭംഗി വർദ്ധിക്കും. നാരദന് മനസ്സിലായി. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണേ, മനുഷ്യൻ്റെ ആഗ്രഹത്തിന് അറുതിയില്ല. ലോകത്തിലെ എല്ലാ ഉത്കൃഷ്ട വസ്തുക്കളും ഉപയോഗിച്ച് വീട് അലങ്കരിച്ചാൽ മനസ്സ് ശൂന്യമായി നിൽക്കും. എത്ര കിട്ടിയാലും അത്ര കൂടി കിട്ടുവാൻ ആഗ്രഹം വർദ്ധിക്കും. അർജുനൻ എത്രയധികം വസ്തുക്കൾ കിട്ടുന്നുവോ അത്രയ്ക്ക് കൃഷ്ണയുടെ ആകാംക്ഷയും മോഹവും വർദ്ധിക്കും. അതോടൊപ്പം ദുഃഖവും അഭാവവും വർദ്ധിക്കും. അതുകൊണ്ട് അർജുനൻ എന്ത് കിട്ടിയെന്ന് ആലോചിക്കേണ്ട. ഒരുപക്ഷെ നിങ്ങൾക്ക് ദുഃഖമുണ്ടായേക്കാം. ദുഃഖമോ? ഞാൻ ആശങ്കാകുലയായി. ദേവർഷി കോമളസ്വരത്തിൽ പറഞ്ഞു, കൃഷ്ണ ഒരു സാധാരണ രാജകുമാരിയല്ല. അച്ഛൻ്റെയും സഹോദരൻ്റെയും അന്തഃപുരങ്ങളിൽ അനേകം ഉപപത്നിമാരെ കണ്ടിട്ടുണ്ടല്ലോ. അർജുനനൊഴികെ മറ്റെല്ലാ ഭർത്താക്കന്മാർക്കും 1-ലധികം ഭാര്യമാരുണ്ട്. അത് രാജാവിൻ്റെ അന്തസ്സാണ്. അതുകൊണ്ട് അർജുനൻ വനവാസകാലത്ത് തൻ്റെ പൗരുഷബലത്താൽ സുന്ദരിമാരായ രാജകുമാരിമാരെ നേടിയെടുത്താൽ അത് അന്തസ്സായി കണക്കാക്കണം. അദ്ദേഹം 100 ഭാര്യമാരെ സ്വീകരിച്ചാലും നിങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രഥമ പത്നി. പ്രിയതമാ, ഇനി മറ്റു ഭാര്യമാരുടെ ഇടയ്ക്ക് സ്വന്തം ശ്രേഷ്ഠത പ്രതിപാദിപ്പിക്കുവാൻ അവസരം കിട്ടും. അങ്ങനെ നിങ്ങൾ അർജുനന് കൂടുതൽ പ്രിയപ്പെട്ടവളായിത്തീരും. ഞാൻ നിശബ്ദയായി, നിർവികാരിയായി നിന്നു. ഞാൻ അർജുനൻ്റെ പ്രഥമ പത്നിയായിരിക്കും. പക്ഷെ അദ്ദേഹത്തോടൊപ്പം ദാമ്പത്യ ജീവിതത്തിലെ സുഖത്തിലും ആനന്ദത്തിലും രാഗാദ്വേഷത്തിലും അനുരാഗ വിരാഗത്തിലും പങ്കാളിയാകുന്ന പ്രഥമ വനിതയായിരിക്കുകയില്ല. തൻ്റെ ബ്രാഹ്മണചര്യവും ജപവും തപവും ദൃഢപ്രതിജ്ഞയുമെല്ലാം വേണ്ടെന്ന് വെക്കുവാൻ കാരണഭൂതിയായ ഭാഗ്യവതിയായ രാജകുമാരി ആരാണ്? ദേവർഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അർജുനൻ അത്ഭുതകരമായ ഒരു ആകർഷണ ശക്തിയുണ്ട്. അദ്ദേഹം ചെല്ലുന്ന രാജ്യത്തെ രാജകുമാരിമാർ തങ്ങളെ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. നാഗലോകത്തെ ഉലൂബി അദ്ദേഹത്തിൽ ആകൃഷ്ടിയായി.
തന്നെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. പുരുഷനായിട്ട് അർജുനൻ എങ്ങനെ അത് നിരസിക്കും? പക്ഷെ അദ്ദേഹം 12 വർഷം ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കുവാൻ വേണ്ടിയാണല്ലോ വനവാസത്തിന് പോയത്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു. ദേവർഷി പറഞ്ഞു. അർജുനനും ആദ്യം ആ വാദം ഉന്നയിച്ചു. ഉലൂബിയും നല്ല ബുദ്ധിമതിയാണ്. വ്യവസ്ഥയനുസരിച്ച് അർജുനൻ 12 വർഷത്തേക്ക് ദ്രൗപദിയുമായി സമാഗമം നടത്തരുതെന്നേ ഉള്ളൂ. വേറൊരു ഭാര്യയെ സ്വീകരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ദ്രൗപദി മറ്റു ഭർത്താക്കന്മാരുടെ കൂടെ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ നടക്കുമ്പോൾ പുരുഷനായ അർജുനൻ ബ്രഹ്മചാരിയായി വനത്തിൽ അലഞ്ഞു നടക്കുന്നത് ഹാസ്യാബ്ദമാണ്. ഈ വാദത്തിനു മുമ്പിൽ അദ്ദേഹം തോൽവി സമ്മതിച്ചു. ഉലൂബിയെ ഭാര്യയായി സ്വീകരിച്ചു. ഞാനും ആ വാദത്തിനു മുന്നിൽ തോറ്റുപോയി. പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. നാരദമുനി അർജുനന്റെ ദിഗ്വിജയ കഥകൾ വിവരിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ മൂകയായി എല്ലാം കേട്ടു. നാഗലോകത്തിൽ കൗരവ സർപ്പരാജന്റെ മകളായ ഉലൂബിയുമൊത്ത് അർജുനൻ കുറച്ചു ദിവസം മധുരമായ ദാമ്പത്യ ബന്ധം പുലർത്തി. പിന്നീട് ഒരു പക്ഷേ ഗ്ലാനി ഉണ്ടായി കാണും. വീണ്ടും പല ശാന്തിയും നൈർമല്യവും ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അംഗം, കലിംഗം എന്നിവിടങ്ങളിൽ തീർത്ഥങ്ങളിൽ പര്യടനത്തിന് പോയി. നാനാ ദേവന്മാരെയും ദേവിമാരെയും തീർത്ഥങ്ങളെയും കൊണ്ട് നിറഞ്ഞ കലിംഗം ഭാരതത്തിലെ പുണ്യഭൂമിയായി കരുതപ്പെടും. അസംഖ്യം യോഗിമാരും ഋഷിമാരും ദേവന്മാരും അവിടുത്തെ ഉദാരവും ശാന്തവും കമനീയവുമായ പ്രകൃതിയുടെ മടിത്തട്ടിൽ ജീവിതത്തിന്റെ രഹസ്യം തേടുന്നു. അർജുനൻ കരിങ്കരയിലെത്തി. അവിടുത്തെ രാജകുമാരിയായ ആര്യയുമായി പ്രണയബന്ധത്തിലായി. ആര്യ സൂര്യാരാധന കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും മടങ്ങുകയായിരുന്നു. വാതിൽക്കൽ സൗമ്യദർശനൻ ഇരുകൈകളുമായി അഞ്ജലിലബ്ധനായി സൂര്യദേവ ഭൂഗിയായി നിൽക്കുകയായിരുന്നു. രാജകുമാരി അല്പം പ്രസാദവും ചാർണാമൃതവും സന്യാസിയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് വന്നിച്ചു. സദ്യ സനാതനമായ രാജകുമാരി എല്ലാ ദിവസവും സൂര്യാരാധന കഴിഞ്ഞ് ക്ഷേത്രം മുതൽ രാജകൊട്ടാരം വരെ കാണപ്പെടുന്ന എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും പ്രസാദാർണം വിതരണം ചെയ്തു കൊടുക്കുന്നു. പ്രസാദം സ്വീകരിച്ച ശേഷവും സന്യാസിയുടെ കൈകൾ അങ്ങനെ തന്നെ നിന്നു. വിനീതവും മധുരവുമായ ശബ്ദത്തിൽ രാജകുമാരി ചോദിച്ചു, സന്യാസി, അങ്ങേക്ക് എന്തു വേണം? ഞാൻ വിദേശിയായ ഒരു താപസനാണ്. കലിംഗത്തിൽ കുറച്ചു ദിവസം താമസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അർജുനന്റെ മധുരസ്വരം കേട്ട് രാജകുമാരി മുഗ്ധയായി. വീണനാദം പോലെയുള്ള ശബ്ദത്തിൽ രാജകുമാരി പറഞ്ഞു, കലിംഗത്തിൽ അതിഥിത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. അങ്ങേക്ക് എത്ര നാൾ അതിഥിയായി വേണമെങ്കിലും കഴിയാം. പക്ഷേ ഒരു ഭിക്ഷ. പറയൂ സന്യാസി. രാജകുമാരിയുടെ കയ്യിൽ നിന്ന് ദിവസവും പ്രസാദം കിട്ടണം. അതെന്റെ പരമഭാഗ്യമാണ്. രാജകുമാരിക്ക് എന്തു പരമാണ് വേണ്ടതോ? കുമാരിയായ ഒരുവളുടെ ആഗ്രഹം എന്തായിരിക്കുമെന്ന് സന്യാസിക്ക് അറിഞ്ഞുകൂടെ? യോഗ്യനായ വരൻ. സന്യാസി സർവജ്ഞനാണല്ലോ. ഏതുതരം വരൻ? കാർത്തികേയൻ, ദേവാദിദേവനായ ശ്രീ മഹാദേവൻ, പ്രേമസ്വരൂപനായ ശ്രീകൃഷ്ണൻ, അഭിമാനിയായ ദുര്യോധനൻ, ഇവരിൽ ആരെ പോലെയുള്ള വരനെയാണ് താൻ ആഗ്രഹിക്കുന്നത്? വരന്മാരിൽ ശ്രേഷ്ഠനായ അർജുനൻ സമസ്ത ഭാരതത്തിലെയും രാജകുമാരിമാരുടെ കാമ്യപുരുഷനാണ്. അർജുനകുമാരിയുടെ ഭവനത്തിലുള്ളതിനേക്കാളും യോഗ്യനായ പുരുഷനെ കിട്ടിയാൽ കുഴപ്പമുണ്ടോ? രാജകുമാരി തലകുനിച്ചുകൊണ്ട് പറഞ്ഞു, അർജുനൻ സമാനായി അർജുനന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഭർത്താവായി ലഭിക്കുന്നുള്ള ഭാഗ്യം ദ്രൗപദിക്ക് മാത്രമേ ലഭിച്ചിട്ടു. വിഷമിക്കേണ്ട രാജകുമാരി, നിങ്ങൾക്ക് അർജുനനെ തന്നെ ലഭിക്കും. സത്യം സത്യം സത്യം. അദ്ദേഹം രാജകൊട്ടാരത്തിലെ അതിഥി മന്ദിരത്തിൽ താമസം തുടങ്ങി. അദ്ദേഹത്തിന്റെ അഗാധ പാണ്ഡിത്യവും വീരത്വവും മഹാരാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. യുഗങ്ങളായി വീരപ്രസുവായ കലിംഗത്തിലെ രാജാവ് വീരന്മാരെ തിരിച്ചറിയുവാൻ പ്രയാസമുണ്ട്. അർജുനനെതിരടക്കിയ കലിംഗത്തിലെ സംസ്കാരം, കല, സ്ഥാപത്യം, ഉദാരമായ പ്രകൃതി സൗന്ദര്യം, ഐതിഹ്യം, പാരമ്പര്യം, മഹത്തായ മാനവധർമ്മം എന്നിവയുമായി കലിംഗ രാജകുമാരിയായ ആര്യയുമായും പ്രേമദ്ധനായി. മഹാരാജാവ് അർജുനനെ തിരിച്ചറിഞ്ഞ ശേഷം ആര്യയുടെ വിവാഹം ആർഭാട സമേതം നടത്തി. കുറെ നാളത്തെ മധുരമായ ദാമ്പത്യ ജീവിതം നയിച്ച ശേഷം അദ്ദേഹം ആര്യയോട് യാത്ര ചോദിച്ച് മറ്റൊരിടത്തേക്ക് പോകുവാനൊരുങ്ങി. ആര്യ ഭർത്താവിനെ പിന്തുടരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഭദ്രേ, നിങ്ങൾ കലിംഗത്തിൽ തന്നെ താമസിക്കൂ. അങ്ങനെയാണെങ്കിൽ വർഷത്തിലൊരിക്കൽ എനിക്ക് കലിംഗത്തിൽ വരുവാൻ സാധിക്കും. കലിംഗവുമായി അടുപ്പുമ്പോൾ കലിംഗം എനിക്ക് നൽകിയ ശാന്തി മറ്റെവിടെയെങ്കിലും കിട്ടുമോ? ദുഃഖവും വേദനയും ദുർവിചാരണങ്ങളും അസഹ്യമാകുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങും. കലിംഗഭൂമിയുടെ മടിത്തട്ടിൽ ആശ്രയം തേടും. ആര്യ ചിരിച്ചുകൊണ്ട് ഭർത്താവിനെ യാത്ര അയച്ചു. കലിംഗത്തിന്റെ അതിർത്തി കടന്ന സമുദ്രാതീരത്തുകൂടി പ്രകൃതിയുടെ അത്ഭുത സൗന്ദര്യം ആസ്വദിപ്പിച്ചുകൊണ്ട് അർജുനൻ മണിപുരിയിലെത്തി. മണിപുരിയിലെ രാജാവായ ചിത്രവാഹനന്റെ മകൾ ചിത്രാംഗതയുടെ യൗവനവും സൗന്ദര്യവും കണ്ട് മോഹിതനായി. അവളെ വാണിഗ്രഹണം ചെയ്യണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ചിത്രാംഗത മണിപ്പൂരിലെ ഏക രാജകുമാരിയായിരുന്നു. മണിപ്പൂരിലെ ഭാവി രാജാവ് ആരാൽ
അർജുനൻ ഈ ചോദ്യത്തിന് എതിർപ്പില്ല. ആ ഒരു ഉത്തരവും കണ്ടെത്തി. ചിത്രാംഗതയുടെ മകനെ രാജാവാക്കുന്നതിൽ അദ്ദേഹത്തിന് എതിർപ്പൊന്നുമില്ല. രാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധവും സമാധാനപൂർണമായ സഹവർത്തിയും വേണമെന്ന് അർജുനൻ ആഗ്രഹിച്ചു. ശ്രീകൃഷ്ണന്റെ ധർമ്മ സംസ്ഥാപനത്തിന്റെ ഉദ്ദേശവും ഇതുതന്നെയായിരുന്നു. അർജുനന്റെ പുത്രൻ മണിപ്പൂരിലെ രാജാവാകുന്നത് എല്ലാവരും കൊണ്ട് മംഗളകരം തന്നെ. ചിത്രാംഗതയും അർജുനനും തമ്മിൽ വിവാഹം നടന്നു. അർജുനൻ മണിപ്പൂരിൽ 3 വർഷം താമസിക്കുവാൻ തീരുമാനിച്ചു. അർജുനന്റെ വൃത്താന്തം കേട്ട് എനിക്ക് ആശ്വാസം തോന്നി. എന്നാൽ ഉലുപിയോടും ആര്യയോടും ചിത്രാംഗതയോടും മനസ്സിലുണ്ടായ അസൂയ മറച്ചു പിടിക്കുവാൻ കഴിഞ്ഞില്ല. ആരെ സ്വന്തമാക്കുവാനാണോ ദീർഘകാലം ഞാൻ സാധന അനുഷ്ഠിച്ചത്, ആ വ്യക്തിയെ സ്വന്തമെന്ന് പറയുവാൻ ധൈര്യം തോന്നുന്നില്ല. അവർ എന്നേക്കാൾ സുന്ദരിമാരും ഗുണവതികളും പതിരാവികളുമാണോ? നാരദമുനിക്ക് എൻ്റെ മനോഗതം മനസ്സിലായി. അദ്ദേഹം ആശ്വസിപ്പിക്കുന്ന മട്ടിൽ പറഞ്ഞു, വത്സേ, കൃഷ്ണേ, ഈ വിവാഹങ്ങൾക്ക് പിന്നിൽ മഹത്തായൊരു ഉദ്ദേശമുണ്ട്. ഹസ്തിനാപുരവും ഇന്ദ്രപ്രസ്ഥവും രണ്ടായ ശേഷം കൗരവന്മാരുടെ മനസ്സിൽ ഹിംസയും അസൂയയും ആളിക്കത്തിയെന്ന് അറിഞ്ഞല്ലോ. ഭയങ്കരമായ യുദ്ധത്തിന് സാധ്യത തെളിഞ്ഞു വരുന്നു. അർജുനന്റെ ഈ വിവാഹങ്ങൾ ആ മഹായുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ നാരദമുനിയെ അത്ഭുതത്തോടെ നോക്കി നിന്നു. നാരദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാഗലോകവും കലിംഗവും മണിപ്പൂരും വീരഭൂമികളാണ്. ജനനി ജന്മി ഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാണൻ വെടിയുവാൻ വീരപുരുഷന്മാർ അവിടെ സദാ സന്നദ്ധരായി നിൽക്കുന്നു. അതുകൊണ്ടാണ് അർജുനൻ ആ വീരഭൂമികളുമായി ബന്ധം സ്ഥാപിച്ചത്. അടുത്ത യുദ്ധത്തിന് ക്ഷണകാലത്ത് നൽകിയിട്ട് പോന്നു എന്നാണ് അർത്ഥം. കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിൽ യുദ്ധമുണ്ടായാൽ പാണ്ഡവന്മാർക്ക് ഈ രാജ്യങ്ങളുടെ പൂർണ്ണ സഹകരണം ലഭിക്കും. രാഷ്ട്രീയ കാരണങ്ങളാൽ അർജുനന്റെ ഈ വിവാഹങ്ങൾ സ്വാഗതാർഹങ്ങളാണ്. എനിക്ക് ആശ്വാസമായി. രാഷ്ട്രീയ കാരണങ്ങളാൽ അർജുനൻ 100 ഭാര്യമാരെ സ്വീകരിച്ചാലും എനിക്ക് ദുഃഖമില്ല. എന്നാൽ എന്നേക്കാൾ സുന്ദരിയും വിദൂഷിയും പ്രേമിയുമാണെന്ന് കരുതി മറ്റൊരുവളെ അന്ധമായി പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ അതെനിക്ക് അപമാനകരമായിരിക്കും. മായയുടെ അർത്ഥം ഇന്ദ്രജാലം, മമത, സ്നേഹം എന്നൊക്കെയാണ്. ഇവയെല്ലാം ഒരുമിച്ച് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥമാണ് ജീവിതം. അതായത് ജീവിതം മായയാണ്. എൻ്റെ തോഴി മായ പറഞ്ഞു. മനസ്സില്ലാതിരിക്കുകയായിരുന്നു. അവൾ ജീവിതത്തെ വ്യാഖ്യാനിക്കുകയായിരുന്നു. നാരദമുനി മടങ്ങിപ്പോയ ശേഷം ഞാൻ അല്പം ആമർഷത്തിലായിരുന്നു. ഞാൻ അറിയാതെ തന്നെ അസൂയയിലിരിക്കുകയായിരുന്നു, പരിഭവത്തിലെരിയുകയായിരുന്നു. രാഷ്ട്രീയ കാരണങ്ങളാണ് അർജുനൻ ഒന്നിലേറെ ഭാര്യമാരെ സ്വീകരിക്കുന്നതെന്ന വസ്തുത അംഗീകരിക്കുവാൻ മനസ്സൊരുക്കമല്ല. മായ എൻ്റെ മനസ്സു മാറ്റുവാൻ പല വിധത്തിൽ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവൾ എൻ്റെ ചെവിയിൽ പറഞ്ഞു, മഹാറാണി, ഈ ബ്രഹ്മചാരിണിയുടെ ജീവിതം ആർക്കു വേണ്ടിയാണ്? കഠിന തപസ്, ലാളിത്യ ജീവിതം, ഉറക്കമില്ലാത്ത രാത്രികൾ, വ്യാകുല പ്രതീക്ഷ, നിഷ്ഠൂരനായ അർജുനന് വേണ്ടിയാണോ? അദ്ദേഹം ഇതിനിടയ്ക്ക് 3 കനകമാരോടൊപ്പം ദാമ്പത്യ ജീവിതത്തിൽ ആനന്ദം അനുഭവിച്ചു കഴിഞ്ഞു. മഹാറാണിയെ മറന്നു കാണും. അവിടുന്ന് സുന്ദരിയാണ്, വിദുഷിയാണ്, ശ്രേഷ്ഠയാണ്. ഈ ജീവിതം സുഖിക്കുവാനുള്ളത്, ആനന്ദിക്കുവാനുള്ളതാണ്. ഉപഭോഗത്തിനുള്ള ജീവിതം തന്നെയാണിത്. സുഖത്തിൻ്റെ പ്രതീക്ഷയിലാണ് മനുഷ്യൻ അസഹനീയമായ ദുഃഖം സഹിക്കുന്നത്. എന്നാൽ അർജുനൻ ഈ സുഖത്തിന് അറുതി വരുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യം മറന്നേക്കൂ. 4 ഭർത്താക്കന്മാരുണ്ടല്ലോ, അവരവരുടെ ജീവിതം സുഖമായി അനുഭവിക്കും. നിങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാറാണിയാണ്. വിപുലമായ സമ്പത്ത് അവിടുത്തെ കാൽച്ചുവട്ടിലുണ്ട്. യൗവനം ഈ ശരീരത്തിൽ സ്ഥിരമായി കുടികൊള്ളും. പക്ഷെ കാലം മഹാഷഠനമായി മാറിയിരിക്കുന്നു. അർജുനൻ മടങ്ങി വരുവാൻ ഇനിയും 10 വർഷം കഴിയണം. ജീവിതത്തിലെ ഓരോ നിമിഷവും വിലയേറിയതാണ്. യൗവനത്തിലെ ഓരോ നിമിഷവും അമൂല്യമാണ്. മഹാറാണി ജീവിതം ആസ്വദിക്കൂ. അർജുനൻ മടങ്ങി വരുമ്പോൾ മഹാറാണിയെ ദുഃഖിപ്പിക്കുവാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന വിഫലമായെന്ന് മനസ്സിലാകട്ടെ. മായ തേനീശ മുരളുന്നതുപോലെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ജീവിതത്തിന്റെ അർത്ഥം വെളിപ്പെടുത്തുകയായിരുന്നു. ചിലപ്പോൾ അവളുടെ ചാതുരത്യം എന്നെ മോഹചന്നയാക്കി മാറ്റുമായിരുന്നു. മായയുടെ വാക്കുകളുടെ ഒഴുക്കിൽപ്പെട്ട് നീങ്ങിയാലോ എന്ന് ചിലച്ചപ്പോൾ ചിന്തിക്കും. ക്ഷണിക ജീവിതത്തിലെ ഓരോ നിമിഷവും സുഖമായി തന്നെ തീർക്കും. അന്ന് മായയുടെ നിർബന്ധത്തിന് വഴങ്ങി സഖിമാരുടെ കൂടെ യമുനാതീരത്തെ വനഭംഗി ആസ്വദിക്കാൻ പോയി. പ്രശാന്തമായ പ്രകൃതി എൻ്റെ അശാന്തമായ മനസ്സിനൽപ്പം ശാന്തി നൽകും. മഴക്കാലം യമുന പതഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എത്ര വിചിത്രമാണ് ഈ വനപ്രകൃതി. നദിയിൽ ഇളകിക്കിടക്കുന്നുണ്ടായിരുന്ന അജ്ഞാതമായ ഏതോ വഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ. എന്നിട്ട് സാഗര സംഗമ പർവ്വതത്തിൻ്റെ പൗരോഹിത്യം വഹിച്ച് ഒഴുക്കിനെ സ്ഥിരവും ശാന്തവും പരിപൂർണവുമാക്കി തീർക്കുന്നു. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ആ സ്ഥിര നിമിഷങ്ങൾ കടന്നുപോകും. സ്ഥിരതയും പ്രശാന്തിയും പരിപൂർണതയുമാണ് ലക്ഷ്യം. എൻ്റെ ജീവിതത്തിൽ സ്ഥിരത എവിടെ? പരിപൂർണത എവിടെ? അടുത്തുണ്ടായിരിക്കുമെന്ന് ആഗ്രഹിച്ചയാൾ അകലെയാണ്.
നദീധാരയിൽ ഒഴുകിപ്പോകുന്ന പൂവ് പോലെ കയ്യിൽ നിന്നും വഴുതിപ്പോകുന്ന നിമിഷങ്ങൾ പോലെ. പിന്നിൽ മായ നിൽപ്പുണ്ടായിരുന്നു. അവൾ ചിരിച്ചു. നദീജലത്തോട് അവൾ മത്സരിക്കുകയാണെന്ന് തോന്നും. അവൾ പറഞ്ഞു, മഹാറാണി, ആകാശം കണ്ണുനീർ വാർത്തുകൊണ്ട് സമുദ്രത്തിലെ ജലനിരപ്പിൽ വ്യത്യാസമൊന്നും ഉണ്ടാവുകയില്ല. സാഗരം നിർവികാരവും ഉദാരവുമാണ്. നന്ദി സമുദ്രികമായ സ്ഥാനം നേടുന്നതുപോലെ അവിടുന്ന് അർജുനന്റെ ഹൃദയത്തിൽ സ്ഥാനം നേടണം. അദ്ദേഹത്തോട് പരിഭവിച്ച് കണ്ണുനീരൊഴുക്കിയതുകൊണ്ട് എന്തു പ്രയോജനം? സമുദ്രം നദിയുടെ വേദന മനസ്സിലാക്കുമോ? ഞാൻ ആലോചിച്ചു. മായ പറഞ്ഞത് ശരിയാണ്. വീരപുരുഷനായ അർജുനൻ ഭൂമിയിലെ രാജകുമാരിമാരിൽ അദ്ദേഹത്തെ ഗ്രഹിക്കും. അതിൽ അദ്ദേഹത്തിന്റെ കുറ്റം എന്താണ്? മായ ജലക്രീഡ നടത്തുമെന്ന് പറയുന്നു. എന്റെ മനസ്സ് മാറ്റുവാൻ വേണ്ടിയാണ്. എന്നാൽ കട്ടറിലെ ജലക്രീഡ നടത്തുന്നത് എങ്ങനെ? മായ ധൈര്യം പകർന്നു. പേടിക്കുന്നത് എന്തിന്? ഇവിടെ നദിക്ക് ആഴമില്ല, ഒഴുക്കിന് തീക്ഷ്ണതയുമില്ല. ഒഴുകിക്കൊണ്ടു പോയാൽ തന്നെ അർജുനന്റെ അടുത്തുകൊണ്ടേയിരിക്കും. അർജുനൻ ഇതിനിടയ്ക്ക് പഞ്ചതീർത്ഥത്തിൽ വെച്ച് ശാപഗ്രസ്തരായ 5 അപ്സരസറുകളെ കുംഭകാരി ജന്മത്തിൽ വെച്ച് ഉദ്ധരിച്ചതായി അറിയുന്നു. ചിത്രാംഗതയുടെ ഗർഭത്തിൽ അർജുനന് ബഭ്രുവാഹനൻ എന്ന മകൻ ജനിച്ചു. ഈ വാർത്ത അറിഞ്ഞ അർജുനൻ പഞ്ചതീർത്ഥത്തിൽ നിന്ന് മണിപൂരിലേക്ക് മടങ്ങിപ്പോയി. മകനെ കണ്ട ശേഷം അമ്മയെയും കുഞ്ഞിനെയും അവിടെ വിട്ടിട്ട് അദ്ദേഹം പ്രഭാസ തീർത്ഥത്തിലേക്ക് പോയി. പ്രഭാസ തീർത്ഥത്തിൽ നിന്ന് മടങ്ങി യമുനാതീരത്ത് എവിടെയോ വിശ്രമിക്കുകയാണ്. മഹാറാണി ഒഴുക്കിൽപ്പെട്ട ആ ആശ്രമ തീരത്തെങ്ങാനും ചെന്നാൽ താപസനായ അർജുനൻ ദേവിയെ ജലത്തിൽ നിന്നും പിടിച്ച് കരയ്ക്ക് കയറ്റി ആശ്രമത്തിൽ ഇടം തരും. മഹാറാണിയെ തപസ്വിനി വേഷത്തിൽ കണ്ട് അദ്ദേഹം ആലോചിക്കും, ദ്രൗപദി മാത്രമാണ് എൻ്റെ താപസ ജീവിതത്തിൽ സഹധർമ്മിണി ആയിട്ടുള്ളതെന്ന്. മായ കുറെ കൂടി പറയുമായിരുന്നു. ഞാൻ ദേഷ്യപ്പെട്ടു. മതിയാക്കൂ, നിന്റെ ഭാവന നദീധാരയേക്കാൾ തീക്ഷ്ണമാണ്. ഭാവന ഉപയോഗിച്ചത് അർജുനനെ ഗംഗാതീരത്തിൽ നിന്ന് യമുനാതീരത്ത് കൊണ്ടുവന്നു. എന്നാൽ ഭാവന യഥാർത്ഥത്തിൽ നിന്ന് വളരെ അകലെ നിന്നാണ്. എൻ്റെ നിലനിർപ്പ് നദിയുടെ കളിനാദത്തിൽ ലയിച്ചു ചേർന്നു. മായ അത് കേട്ടില്ല. അവൾ മുൻപത്തെ പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പരീക്ഷിച്ചു നോക്കും. ചിലപ്പോൾ ഭാവനയും യഥാർത്ഥ്യവും മുഖാമുഖം കണ്ടുമുട്ടും. മായ എൻ്റെ കൈപിടിച്ച് വലിച്ചു വെള്ളത്തിലിറക്കി നിതുമ്പിന് പിന്നാലെ നദിയിലിറക്കി. സ്നിഗ്ധ ശീതളമായ യമുനാജലം ശരീരത്തെയും മനസ്സിനെയും മധുരസ്പർശം കൊണ്ട് തണുപ്പിച്ചു. സുഖവും പിണക്കവുമെല്ലാം ഞാൻ മറന്നുപോയി. ഞങ്ങൾ 3 പേരും ചിരിച്ചുല്ലസിച്ച് പരസ്പരം വെള്ളം തെറിപ്പിക്കുവാൻ തുടങ്ങി. ഹൃദയഭാരം ജലധാരയിൽ ഒഴുക്കുവാൻ വേണ്ടി ഞാൻ അല്പം കൂടുതൽ ചപലയായി തീർന്നു. മറ്റൊരു തോഴിയായ പായസ്വിനി ഒരു പൂക്കമ്പ് വെളുതിലെറിഞ്ഞിട്ട് പറഞ്ഞു, ആരാണ് ആദ്യം അത് എടുക്കുന്നതെന്ന് കാണട്ടെ. ഞങ്ങൾ 3 പേരും അത് പിടിക്കുവാനായി നീന്തി മുന്നോട്ട് പോയി. പയസ്വിനി കരയ്ക്കുന്നത് ചപല ബാലന്മാരെ പോലെ കൈകെട്ടി ഒച്ച വെച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ ഉള്ളിൽ ഉത്സാഹം വർദ്ധിച്ചു. ഞങ്ങൾ എത്ര ദൂരം നീന്തിയെന്നറിഞ്ഞില്ല. പൂങ്കൊമ്പ് എങ്ങോട്ട് ഒഴുകിപ്പോയെന്ന് കാണുവാനും കഴിഞ്ഞില്ല. എനിക്ക് നീന്താൻ പറ്റുമെന്നും തോന്നി. നിശ്ചേഷ്ടമായ ഒഴുക്കിൽ ഒഴുകിപ്പോയിക്കൊണ്ടേയിരുന്നു. എങ്ങോട്ടെന്നറിയില്ല. സഖിമാർ വളരെ പിന്നിലാണ്. അവരുടെ ശബ്ദം പോലും കേൾക്കുന്നില്ല. ഞാൻ ഒഴുകിപ്പോയിക്കൊണ്ടേയിരുന്നു. കൽപ്പനാലോകത്തെ ആ ആശ്രമ തീരത്തിലേക്ക്. എൻ്റെ പ്രിയപുരുഷൻ താപസ വേഷത്തിൽ തന്നെ എന്നെ കാത്തിരിക്കുന്നിടത്തേക്ക്. ഞാൻ സ്വപ്നത്തിലായിരുന്നുവോ ജാഗ്രതത്തിലായിരുന്നുവോ എന്നറിഞ്ഞുകൂടാ. പെട്ടെന്ന് എനിക്ക് തോന്നി, ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാറാണിക്ക് ഈ ചാബല്യം ശോഭനീയമല്ല. സ്ഥിരബുദ്ധിയും ദൃഢചിത്തയുമായ കൃഷ്ണയ്ക്ക് എന്തുപറ്റി? പരിതസ്ഥിതി മനുഷ്യനെ നിസ്സഹായനാക്കി തീർക്കുന്നു. ചിലപ്പോൾ മനുഷ്യൻ പരിതസ്ഥിതിയിൽ മാറ്റം വരുത്തും. ഞാൻ ഗതിമാറ്റി തീരത്തേക്ക് തിരിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എനിക്കെൻ്റെ മേൽ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹം അവശനും ശക്തിഹീനനുമായി തീർന്നു. ഇനി വിധിക്ക് കീഴടങ്ങി ഒഴുക്കിനെ വിശ്വസിച്ച് നീങ്ങുകയല്ലാതെ മറ്റൊരു ഉപായവുമില്ല. മരണം അടുത്തെത്തിയതായെന്ന് തോന്നി. ഏതു നിമിഷവും ചുഴിയിൽപ്പെടാം. അർജുനൻ നാഗലോകത്ത് ഉലൂബിയുടെ കൂടെ താമസിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ദർശനം നേടിയിട്ട് മരിച്ചാലും ദുഃഖമുണ്ടാകുകയില്ല. അസ്തമയ സൂര്യന്റെ നിറം പശ്ചിമമാകാശത്തെ ചുവപ്പുള്ളതാക്കി. എൻ്റെ ജീവിതത്തിന്റെ സഹായനമായിരിക്കുന്നു. ആ നിമിഷം ജീവിതത്തോട് തീവ്രമായ മോഹം ജനിച്ചു. എങ്ങനെയെങ്കിലും ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെട്ട് കരയ്ക്കെത്തണമെന്ന മനസ്സാഗ്രഹിച്ചു. ജീവിതം എത്ര സുന്ദരമാണോ, എത്ര പ്രിയങ്കരമാണ്. മനുഷ്യന് സ്വന്തം ജീവിതം എത്ര അഭികാമ്യമാണ്. എന്നാലും എനിക്ക് മരണത്തിന്റെ ശീതള സ്പർശനം ഏൽക്കേണ്ടി വരും. എൻ്റെ 5 ഭർത്താക്കന്മാരും വീരന്മാരും ശക്തിശാലികളുമാണ്. എന്നാൽ എന്നെ രക്ഷിക്കുവാൻ ഈ സമയത്ത് ആരും അടുത്തില്ല. സഖാവ് കൃഷ്ണനെ സ്മരിച്ചാലോ? വേണ്ട. ഈ സമയത്ത് എന്തെങ്കിലും കാരണവശാൽ ആപത്തിൽപ്പെട്ട അർജുനൻ അദ്ദേഹത്തെ സ്മരിക്കുകയാണെങ്കിലോ? മരണമാണ് അതിലും ഭേദം. ഞാൻ കണ്ണടച്ച് വിഷാദഗ്രസ്തയായി ഒഴുകി പോവുകയായിരുന്നു. മുടി അഴിഞ്ഞുലഞ്ഞു കിടന്നിരുന്നു. തിരമാലകളിൽ നീന്തുന്ന ഏതോ പൂവ് പോലെ ഞാൻ ഇളകി നീങ്ങിക്കൊണ്ടേയിരുന്നു. ആരാണ് തേജസ്വിയായി ഈ താപസൻ? യമുനാതലത്തിൽ സന്ധ്യാസ്നാനം ചെയ്ത ശേഷം അസ്തമയ സൂര്യനെ പ്രണമിക്കുകയായിരുന്നു അദ്ദേഹം.
എൻ്റെ ശരീരം മരണത്തെ അവഗണിച്ച് രോമാഞ്ചകഞ്ചൂരിതമായി. അസ്പഷ്ടമായ ആനന്ദത്തിൻ്റെ ദുർബലമായ ആർത്തനാദത്തിൽ ഞാൻ ഒരുപക്ഷെ അർജുനന്റെ പേര് വിളിച്ചിരിക്കാം. അടുത്ത നിമിഷം താപസന്റെ നോട്ടം എൻ്റെ മേൽ പതിച്ചു. അദ്ദേഹം വെള്ളത്തിലേക്ക് കുതിച്ചു ചാടി എന്നെ കൈക്ക് പിടിച്ചു വലിച്ചു. ബോധം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആരുടെയോ അഭയഹസ്തം എന്നെ വെള്ളത്തിലൂടെ വലിച്ച് കരക്കടിപ്പിക്കുന്നുവെന്ന് തോന്നി. അർജുനന്റെ സ്പർശമാണെന്നത് എനിക്ക് മനസ്സിലായി. രാജപുരോഹിതൻ എൻ്റെ കയ്യിൽ നിന്നും ചേർത്ത് വെച്ച ആ കൈ ഇതിനകം എത്ര അപരിചിതമായി തീർന്നു. ആസന്ന മൃത്യുവിൽ നിന്ന് രക്ഷപ്പെട്ടു. ബോധം തിരിച്ചു കെട്ടി. എന്നാൽ പ്രാണപ്രിയനോട് കടുത്ത പരിഭവം തോന്നി. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. മണൽപ്പരപ്പിൽ ഞാൻ കണ്ണടച്ച് കിടന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, പരിഭവം പറഞ്ഞിട്ട് പറയട്ടെ, അർജുനൻ എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. അങ്ങയെ കൂടാതെ 10 വർഷം ജീവിക്കുവാനുള്ളത് കരുത്തും കഴിവും എനിക്കില്ലാതെയായി. എന്നെയും കൂടെ കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ കാതിനടുത്ത് മന്ദസ്വരം കേട്ടു. ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാറാണി കൃഷ്ണ എന്തിനാണ് ആത്മഹത്യയ്ക്ക് തുനിഞ്ഞത്? എന്താണ് അവർക്കൊരു കുറവ്? മഴ ദിവസം സന്ധ്യാസമയത്ത് നിറഞ്ഞൊഴുകുന്ന യമുനയിൽ ചാടിയത് എന്തിന്? ഞാൻ ഞെട്ടിപ്പോയി. ഇതാരുടെ ശബ്ദമാണ്? അർജുനൻ്റേതല്ല. പിന്നെ ആരാണ് തേജസ്വിയായി ഈ താപസൻ? ഞാൻ പതുക്കെ പതുക്കെ കണ്ണു തുറന്നു. മുന്നിൽ നിൽക്കുന്ന കുന്തിദേവിയുടെ ധർമ്മപുത്രനായ മഹാവീരൻ കർണ്. ഞാൻ ലജ്ജയിൽ മുങ്ങിപ്പോയി. പതുക്കെ എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു. പുറത്തേക്ക് അഴിഞ്ഞു കിടന്നിരുന്ന തലമുടി പോലും ഭാരമുള്ളതായി തോന്നി. അദ്ദേഹത്തിൻ്റെ നനഞ്ഞ വസ്ത്രങ്ങൾ എന്നെ കൂടുതൽ ലജ്ജിപ്പിച്ചു. കർണൻ എൻ്റെ അവസ്ഥ മനസ്സിലാക്കി. സൗഹൃദ സ്വരത്തിൽ പറഞ്ഞു, മഹാറാണിക്ക് ക്ഷീണമുണ്ട്. എൻ്റെ പരിചാരികയായ അസ്തമിതയും ദുശാസനന്റെ പരിചാരകന്മാരായ അസൂയയും ജഡിലയും രഥത്തിനടുത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവർ നിങ്ങളെ രഥത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിലെത്തിക്കും. നദീതീരത്ത് അല്പം മുകളിൽ മറ്റൊരു ശബ്ദം കേട്ടു. അത് ദുശാസനന്റെ ശബ്ദമായിരുന്നു. പേടിക്കേണ്ട കൃഷ്ണേ, കർണൻ നിങ്ങളെ രഥത്തിൽ കയറ്റി അംഗദേശത്തേക്ക് കൊണ്ടുപോവുകയില്ല. അമ്മയ്ക്ക് നല്ല സുഖമില്ലാത്തതിനാൽ കുറച്ചു ദിവസമായി ഹസ്തിനാപുരത്തിലാണ് താമസം. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് മൃഗയാവിനോദത്തിന് ഇറങ്ങിയതാണ്. വനഭംഗിയിൽ ആകൃഷ്ടരായി കഴിഞ്ഞു. സൂര്യോദയത്തിലും അസ്തമയത്തിലും സ്നാനാപൂജാദികൾ നടത്തുന്നത് കർണന്റെ ജീവിതത്തിലെ മുടങ്ങാത്ത നിഷ്ഠയാണ്. കുളി കഴിഞ്ഞ് ഹസ്തിനാപുരത്തേക്ക് മടങ്ങിപ്പോകുവാനിരുന്നതാണ്. നിങ്ങൾക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹമില്ല എങ്കിൽ ഹസ്തിനാപുരത്തെയും അംഗദേശത്തെയും വാതിലുകൾ സദാ തുറന്നു കിടപ്പുണ്ട്. എവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെ രഥങ്ങൾ കൊണ്ടെത്തിക്കും. ഞാൻ കിന്നയായി. ദുശാസനെ നോക്കി പറഞ്ഞു, ഇന്ദ്രപ്രസ്ഥം എൻ്റെ ഇഷ്ടദേവന്മാരുടെ സ്ഥാനമാണ്. അവിടമാണ് എൻ്റെ സ്ഥലം. അവിടെ പോകാതിരിക്കുന്ന കാര്യം എങ്ങനെ ചോദ്യവിഷയമായി? അട്ടഹസിച്ചുകൊണ്ട് ദുശാസനകൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്തിന്? എതിർത്തുകൊണ്ട് ഞാൻ ഒച്ചത്തെ ഉയർത്തി പറഞ്ഞു, ജലക്രീഡ ചെയ്യുമ്പോൾ ഞാൻ കാട്ടാറിൻ്റെ ഒഴുക്കിൽ പെട്ടുപോയി. ആ അപകടത്തെ ആത്മഹത്യ എന്ന് വിളിക്കുന്നത് അനുചിതമാണ്. ഇതെന്നെ മാത്രം അപമാനിക്കലല്ല, കുരുവംശത്തെ മൊത്തത്തിലായി അപമാനിക്കലാണ്. ദുശാസനൻ വികൃത സ്വരത്തിൽ പൊട്ടിച്ചിരിച്ചു. നിങ്ങളുടെ ആത്മഹത്യയുടെ കാരണം എനിക്കറിയാം. 5 ഭർത്താക്കന്മാരിൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അർജുനനോടാണ്. ആ ചതിയൻ 12 വർഷത്തെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നുവെന്ന വ്യാജേനെ ദേശങ്ങൾ തോറും ചുറ്റി നടന്ന് പരമസുന്ദരിമാരായ കന്യകമാരെ അന്വേഷിക്കുന്നു. അവരെ വിവാഹം കഴിക്കുന്നു. നിങ്ങളാണെങ്കിൽ ഇവിടെ അയാളെ കാത്തിരിക്കുന്നു. ഇതിലും വലിയ ദുഃഖം എന്താണുള്ളത്? ഭർത്തൃ നിന്ന കേൾക്കുവാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു. അതും ദുഷ്ടനും കാമലോപനുമായ ദുശാസനന്റെ നാവിൽ നിന്നും. ഞാൻ ഗൗരവത്തോടെ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റുപറ്റി. അർജുനൻ വീരനാണ്, സൽപുരുഷനാണ്. പരമസുന്ദരിമാരായ കന്യകമാർ അദ്ദേഹത്തെ ഭർത്താവായി ലഭിക്കുവാൻ വ്രതവും ഉപാവസനയും അനുഷ്ഠിക്കുന്നു. അവസരം കിട്ടിയാലുടൻ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സ്വയം സമർപ്പിക്കണം. ഇതുമൂലം അർജുനന്റെ മഹത്വം വർദ്ധിക്കുകയാണ് ചെയ്തത്. ദുശാസനൻ പരിഹാസത്തോടെ പറഞ്ഞു, വീരശ്രേഷ്ഠനും കൊള്ളാം, അദ്ദേഹത്തിന്റെ പ്രാണപ്രിയയും കൊള്ളാം. സൂതപുത്രനായ കർണനാണ് ഒഴുക്കിൽപ്പെട്ട വീരവനിതയെ രക്ഷിച്ചത്. അർജുനൻ മാത്രമല്ല, മറ്റ് 4 ഭർത്താക്കന്മാരും ഇന്ന് പാഞ്ചാലിയുടെ മരണവാർത്ത അറിയാതെ പോകുമായിരുന്നു. ശവം പോലും കണ്ടെത്തുവാനാകുമായിരുന്നില്ല. ഒന്നിനൊന്ന് മികച്ച 5 ഭർത്താക്കന്മാർ. അങ്ങനെയുള്ള ദ്രൗപദിക്ക് ഈ അവസ്ഥ. ദേവി, നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളുടെ നന്മതിന്മകളെക്കുറിച്ച് യാതൊന്നും അന്വേഷിക്കാറില്ലേ? നിങ്ങൾ തീരെ ഉത്തരവാദിത്വമില്ലായ്മ പരിചയന്മാരുടെ കൂടത്തിൽ ഘോരവനത്തിൽ ജലക്രീഡയ്ക്ക് ഉറങ്ങിത്തിരിച്ചില്ലേ? സുരക്ഷയ്ക്കായി ഒരു ഭർത്താവും കൂടെ വന്നിട്ട, അംഗരക്ഷകൻ പോലും കൂടിയില്ല. നിങ്ങളെ ഇത്രമാത്രം അവഗണിച്ചിരിക്കുകയാണോ? ഒന്നിലേറെ പുരുഷന്മാരെ സന്തോഷിപ്പിക്കുവാനുള്ള ശ്രമത്തിൽ ആരെയും സന്തോഷിപ്പിക്കുവാനാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾക്ക് കഴിയുന്നില്ലായിരിക്കാം. അതിനാൽ അവരുടെ പ്രേമം അഗാധമല്ലാതെയായി. നേരെ മറിച്ച് ഞങ്ങളുടെ സ്നേഹിതൻ കർണനെ നോക്കൂ. നായാട്ടിന് വന്നതാണെങ്കിൽ പോലും കഞ്ചനദേശത്തെ രാജകുമാരിയും ജയസേനന്റെ മകളുമായ പ്രാണപ്രിയനുമായ പത്നിയെ പരിചാരകന്മാരോടും സഖിമാരോടുമൊപ്പം കൂടെ കൊണ്ടുവന്നിരിക്കാൻ. നിങ്ങളെ ഈ സ്ഥിതിയിൽ കണ്ട് ഋതുവതി നിങ്ങൾക്ക് സഹാനുഭൂതി പ്രകടിപ്പിക്കും. ദുശാസനന്റെ പരോക്ഷമായ പരിഹാസം എനിക്ക് ഹൃദയഭേദകമായി തോന്നി.
കർണന്റെ പത്നിയായ ഋതുവതിയോട് മനസ്സിൽ അസൂയ തോന്നുന്നു. ദുർബലമായ മനസ്സിൽ എങ്ങോ വികാരങ്ങൾ ഉണർന്നു. ദുശാസനൻ പറഞ്ഞത് സത്യമാണ്. എല്ലാവരുടെയും സ്വന്തമാക്കുവാൻ ശ്രമിച്ചിട്ട് ആരുടെയും സ്വന്തമല്ലാതായി തീർന്നോ ഞാൻ? വാസ്തവത്തിൽ ഇന്ന് ജലക്രീഡ സമയത്ത് പ്രാണൻ നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ 5 ഭർത്താക്കന്മാരാരും തന്നെ എന്നെ രക്ഷിക്കുമായിരുന്നില്ല. അവരിൽ ആർക്കെങ്കിലും എൻ്റെ കൂടെ വരുവാൻ ഒഴിവുണ്ടായിരുന്നു? എനിക്കതിനുള്ള ഭാഗ്യമുണ്ടോ? ഞാൻ കർണപത്നിയായ ഋതുവതി അല്ലല്ലോ. അന്യമനസ്കയായ എന്നെ കണ്ടിട്ട് ദുശാസനൻ പറഞ്ഞു, ദേവി ദ്രൗപദി, വിഷമിക്കേണ്ട കാര്യമില്ല. അന്ന് നിങ്ങൾ കർണനെ അവഗണിച്ചു. പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോഴും വൈമുഖ്യമില്ല. വേണമെങ്കിൽ അദ്ദേഹം നിങ്ങളെ അംഗദേശത്തിൻ്റെ റാണി പദത്തിലിരുത്തും. ഇതിലിത്ര ആലോചിക്കുവാൻ എന്തിരിക്കുന്നു? കുന്തിദേവിയുടെ 5 പുത്രന്മാർക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരായിരിക്കണമെങ്കിൽ കർണൻ ആ സൗഭാഗ്യം നിഷേധിക്കുന്നത് എന്തുകൊണ്ട്? കർണൻ കുന്തിയുടെ ധർമ്മപുത്രനാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ഭർത്താവായി വരിച്ചാൽ അതിൽ അധർമ്മമൊന്നുമില്ല. ദുശാസനന്റെ വാക്കുകൾ കേട്ട് ഞാൻ ക്രോധത്താൽ ജ്വലിച്ചു. വെറുപ്പോടെ നോക്കിയ ശേഷം മുഖം തിരിച്ചു. സഖിമാരുടെ നേർക്ക് നടന്നു. തിരിഞ്ഞു നോക്കി കർണനോട് പറഞ്ഞു, പരസ്ത്രീയെ അപമാനിക്കുന്നവൻ നരാധമനാണ്. എന്നാൽ ആ അപമാനിക്കലിനെ മൗനമായി അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവൻ മഹാപാപിയാണ്. 2 പേരോടും എനിക്ക് വെറുപ്പാണ്. തീയിൽ വെന്തു ചുവന്ന ഇരുമ്പ് പോലെയുള്ള എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കർണൻ എൻ്റെ വഴി തടഞ്ഞു. എന്നിട്ട് കൈകൂപ്പിണ്ട് പറഞ്ഞു, ദേവി ദ്രൗപദി, മഹാഭാവിയായ കർണൻ തൻ്റെ മിത്രമായ ദുശാസനന്റെ പെരുമാറ്റത്തിൽ ക്ഷോഭം പ്രകടിപ്പിക്കുന്നു, ക്ഷമയാചിക്കുന്നു. നിങ്ങളെ രഥത്തിലിരുത്തി അമ്മയുടെ അടുത്ത് എത്തിക്കേണ്ടത് എൻ്റെ കടമയാണ്. എൻ്റെ പത്നി ഋതുവതിയും നിങ്ങളോടൊപ്പം വരും. സ്ത്രീയുടെ പ്രാണൻ രക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായി അവളുടെ മാനം രക്ഷിക്കുന്നതാണ് വീരപുരുഷന് സ്പർണീയം. അതിനാൽ ദേവി നടന്നു പോകുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഋതുവതി എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ കൈകൾ പിടിച്ച് രഥത്തിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആദരപൂർവ്വം സ്വന്തം ഇരിപ്പിടം എനിക്ക് തോന്നി. രഥം നീങ്ങി. ഋതുപതി പറഞ്ഞു, മഹാറാണിയും കാണണമെന്ന് വളരെ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഭർത്താവ് എപ്പോഴും ദേവിയെ പ്രശംസിച്ച് സംസാരിക്കാറുണ്ട്. ഏതോ ഭാവനയിലെ നായികയെക്കുറിച്ച് സംസാരിക്കുകയാണെന്ന് തോന്നി. ഇന്ന് നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം ബോധ്യമായത്. എൻ്റെ ഭർത്താവ് ഇത്രയധികം സംയമം ഇല്ലായിരുന്നുവെങ്കിൽ ദേവിയെ നേടിയെടുക്കുവാൻ വേണ്ടി സ്വയംവരത്തിൽ രക്തരൂക്ഷിതമായ സംഘട്ടനത്തിന് ഇറങ്ങിത്തിരിച്ചെന്നേ. ഞാൻ ആലോചിച്ചു, കർണൻ എന്നെ പ്രശംസിക്കുന്നുവെന്നോ? സ്വയംവര സഭയിൽ അപമാനിതനായ ശേഷവും അദ്ദേഹം എന്നെ പ്രശംസിക്കുന്നു. ലങ്കയിലെ രാമനാമം പോലെ തോന്നുന്നില്ലേ? ഋതുവതി എന്നെ പ്രശംസിക്കുന്ന രീതിയിൽ നോക്കിക്കൊണ്ട് തന്നെ പറ. വാസ്തവത്തിൽ ഞാൻ കർണന്റെ പത്നിയാണ്. എന്നാൽ ദ്രൗപദിയാണ് അദ്ദേഹത്തിന്റെ പ്രേരണയുടെ ഉറവിടം. സ്വന്തം പൗരുഷം തെളിയിക്കുമെന്ന ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് അദ്ദേഹം യാത്ര ആരംഭിച്ചിരിക്കുന്നുവെന്ന് തന്നെ നിങ്ങൾക്ക് കാരണമാണ്. അന്ന് സ്വയംവര സഭയിൽ അദ്ദേഹത്തിന്റെ പൗരുഷം ഉറപ്പിട്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുമായിരുന്നില്ല. പുരുഷൻ എല്ലാത്തരം പരാജയങ്ങളും സഹിക്കും. എന്നാൽ അയാൾക്ക് സ്ത്രീയുടെ അവഗണന സഹിക്കുവാൻ കഴിയുകയില്ല. കർണന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ദ്രൗപദി മൂലമാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സാഫല്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കാരണമാണ്. നിങ്ങളെ ലഭിക്കാത്തതിനാൽ കർണന്റെ ജീവിതത്തിലെ ഓരോ സംഭവവും ഓരോ കാര്യവും നിയന്ത്രണാതീതമായി തീർന്നു. അതിനാൽ യജ്ഞസേനി, നിങ്ങൾ എനിക്ക് അഭിമാനിയാണ്. എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയത്തിലെ ഓരോ സ്പന്ദത്തെയും ഞാൻ ബഹുമാനിക്കുന്നു. എൻ്റെ ഭർത്താവിനെ പോലെ ഒരു പുരുഷ ശ്രേഷ്ഠൻ അനുരൂപമായ സ്ത്രീ നിങ്ങളെന്നറിഞ്ഞ് ഞാൻ എൻ്റെ നിലയോർത്ത് ലജ്ജിക്കുന്നു. എൻ്റെ ഭർത്താവിന് അനുരൂപയല്ല ഞാനെന്നും ചിന്തിച്ചു പോകുന്നു. ഞാൻ അന്യമനസ്കയായി. കർണനോട് അന്യായവും അവിവേകവുമാണ് പ്രകടിപ്പിച്ചതെന്ന് എൻ്റെ ഹൃദയം ആദ്യമായി അംഗീകരിച്ചു. ആ ദിവസം എൻ്റെ സഹോദരൻ ദൃഷ്ടദ്യുമ്നൻ സ്വയംവര സഭയിൽ കർണനെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും പാഞ്ചാല രാജാവായ ദ്രുപദന്റെ യോഗ്യനായ മരുമകനാകുമായിരുന്നു. ഇഷ്ടമില്ലായിരുന്നതും മനസ്സ് വീണ്ടും വീണ്ടും കർണന് വേണ്ടി ആർദ്രമായിക്കൊണ്ടേയിരുന്നു. സഹാനുഭൂതിയിലോ സ്നേഹത്താലോ എന്നറിഞ്ഞുകൂടാ. എൻ്റെ ഭർത്താക്കന്മാരുടെ പരമശത്രുവായി തീരുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്ന മനുഷ്യനെക്കുറിച്ചോർത്ത് എൻ്റെ മനസ്സ് ആർദ്രമാകുന്നു. വളരെ വിചിത്രമായ സംഗതി. വാസ്തവത്തിൽ മനസ്സിൻ്റെ മേൽ ആർക്കാണ് പൂർണ്ണ നിയന്ത്രണം കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്? എന്നാലും മനസ്സിനെ കടിഞ്ഞാണിട്ടു കണ്ടു തന്നെ വേണം. വിവേകത്തിൻ്റെ ചാട്ട ഉപയോഗിച്ച് ശരിയായ വഴിയിൽ കൊണ്ടുവരണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ അത് തെറ്റായ വഴിയിലൂടെ മുന്നോട്ട് പോകും, ലക്ഷ്യത്തിലെത്താതെയാകും. മരീചികയെ ജലമാണെന്ന് കരുതി മാൻ സദാ തപ്തമായി കഴിയാൻ ഞാൻ മനസ്സിനെ നിയന്ത്രിച്ചു. കർണനെക്കുറിച്ച് ഞാൻ എന്തിനിത്ര ആലോചിക്കാം? സ്വയംവര സഭയിൽ എത്രയോ രാജകുമാരന്മാർ പരാജയപ്പെട്ടു. അവരെക്കുറിച്ചെല്ലാം ജീവിതകാലം മുഴുവൻ ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? തോറ്റവർ ദുഃഖിക്കും, ജയിച്ചവന് കരഘോഷം ലഭിക്കും. ഇന്ദ്രപ്രസ്ഥത്തിലെ രാജകൊട്ടാരത്തിന് മുൻപിൽ രഥം നിന്നു. തുടരുമോ?